എബിനെ, നീ ഫ്രീ ആണോ? ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊണ്ട് വരാമോ? തണുത്ത ഒരു കുപ്പി കിട്ടിയ ഒത്തിരി സന്തോഷം. അപ്പോൾ എൻ്റെ ചോദ്യം, സിസ്റ്റർ നിങ്ങൾ എവിടെയാ? എടാ, ഞങ്ങൾ സ്കൂളിൽ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, കുറച്ചും കൂടെ തീരാനുണ്ട്. സിസ്റ്റർമാർ അധ്യാപകരൊന്നും ഇങ്ങനെ പെയിൻറ്റ് അടിക്കുന്ന കാണാത്തതുകൊണ്ട് അത് കാണാൻ വേണ്ടി ഞാൻ 100 ചെന്നു. ദൂരേന്ന് വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ ഞാനിത് വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ ക്ലിയർ സിസ്റ്റർ, എൻ്റെ എബിനെ നീ ഇത് ലോകം മുഴുവൻ ആക്കുമല്ലേ, ഇതാ നിന്നോട് ഒരു കാര്യം ഞങ്ങൾ പറയാത്ത. മടാന്ന് സെക്കൻഡ് വെച്ച് ഞാൻ കൊടുത്ത വെള്ളം കുടിച്ചു തീർത്തു. നിങ്ങൾക്കറിയാവോ, നമ്മുടെ ജീസൺ പഠിക്കുന്ന സ്കൂളാണ്, അവനെ പഠിപ്പിച്ച അധ്യാപകരാണ് ഇതൊക്കെ. അവർ 5-8 പേരുണ്ടായിരുന്നു. എനിക്ക് ആരെയും അവരിൽ അധ്യാപകരൊന്നുമായിട്ട് തോന്നിയില്ല. വെറും മനുഷ്യർ, പൊട്ടിച്ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് എൻ്റെ വരവിനെയും കൗണ്ടറോടെ കൂടിയൊക്കെ സ്വീകരിക്കുന്ന കുറേ നല്ല മനുഷ്യർ കണ്ടു. അവരുടെ കൂടെ ഒരു സ്റ്റുഡൻസിന് അവനെക്കൊണ്ട് ഒത്തിരി പണിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഏറ്റവും സിമ്പിളായ ജോലിയാണ് അവനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറയട്ടെ, ഇവരുടെ അധ്യാപനം അങ്ങോട്ട് പൂർണ്ണമാകുക. നാളെ ഈ ക്ലാസ്സിൽ മക്കൾ വന്നിരിക്കുമ്പം മക്കൾക്കും ആ ചുമരുകൾക്കെല്ലാം എന്തെന്നില്ലാത്തൊരു ജീവനായിരിക്കും. ഒത്തിരി സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വർഷങ്ങളായിട്ട് അറിയുന്നവർ, കൂടെ നടക്കുന്നവർ, കുറേ നിഷ്കളങ്കരായ നല്ല സേവന മനോഭാവമുള്ള മനുഷ്യർ, ഇവരൊക്കെ അടങ്ങുന്ന ഒരു സ്കൂളിൽ ജീസനെ പോലെ മക്കൾ ഉണ്ടായില്ലെങ്കിലേ പറയാനുള്ളൂ. പരിചയപ്പെടുത്തുവാണ് ഞാൻ പഠിച്ച സ്കൂള് പാലാവയിൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ. തമാശ പറഞ്ഞ് ഞാൻ അവരുടെ കൂടെ വീഡിയോ എടുത്ത് നടന്നെങ്കിലും എപ്പോഴൊക്കെയോ തോന്നി ഇവരെയൊക്കെ ഒന്ന് പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കണം. കാരണം നല്ല ഗുരുക്കന്മാർ തന്നെയാണിവർ. ഈ ചായയും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് അധികം നേരം ആയിട്ടില്ല, സമയം 1:30 കഴിഞ്ഞെന്ന് ഓർക്കണം. അതുതന്നെ, ചില കാര്യങ്ങളും മനുഷ്യരും വല്ലാണ്ട് നമ്മളെ അങ്ങ് ചലഞ്ച് ചെയ്യുക, കുറച്ചും കൂടെ സിമ്പിളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റർ, എടാ മനുഷ്യനെ കൊണ്ട് അതും ഇതും ഒന്നും പറയിപ്പിച്ചേക്കല്ലേ. പ്രിയമുള്ളവരെ, പറയണം നമ്മൾ ഇവരെക്കുറിച്ച്, പങ്കുവയ്ക്കണം ഇവരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിലേക്കും മക്കളിലേക്കും. ഓർക്കണം, സ്കൂൾ തുറക്കാൻ ഒരാഴ്ചയില്ല, ഇനി 1 വർഷക്കാലത്തോളം അവരുടെ ജീവിതം ഇവിടെ കെട്ടിക്കെട്ടപ്പെട്ടതാണ്. പറയണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ അധ്യാപനം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. എന്നിട്ടും ഇങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പ് പറയാം, അവർ തീരെ നിസ്സാരമൊന്നുമല്ല. വലിയൊരു ഭാരമൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഇവരുടെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയപ്പം. ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് തൊടും, ഹൃദയങ്ങളെ വല്ലാണ്ടങ്ങ് തൊടും, ഇല്ലാണ്ടായി പോകും നമ്മളവിടെ. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പറയുക, ദൈവം അനുഗ്രഹിക്കട്ടെ.